നമസ്കാരം. സിനി ഭാരതിലേക്ക് സ്വാഗതം. ഫിറോസ് ഖാനെയും സജ്ന നൂറിനെയും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് പരിചിതമാണ്. ബിഗ് ബോസ് മത്സരാർത്ഥികളായിരുന്നു ഇരുവരും. എന്നാൽ ഇപ്പോൾ ഫിറോസ് ഖാന്റെ ക്രൂരതകൾ എണ്ണിപ്പറഞ്ഞ് രംഗത്ത് വരികയാണ് സജ്ന നൂർ. സ്വന്തം മകളുടെ പ്രായമുള്ള 17 വയസ്സുള്ള കുഞ്ഞിനെ ഹോട്ടലിൽ കൊണ്ടുപോയി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് സജ്ന മുന്നോട്ട് വെക്കുന്നത്. സ്വന്തം മകളുടെ പ്രായമുള്ള 17 വയസ്സുള്ള കുഞ്ഞിനെ ഹോട്ടലിൽ കൊണ്ടുപോയി ഇവൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. ഇവന്റെ ഈ സ്വഭാവം ലോകം അറിയണം. ഫിറോസ് ഖാന്റെ ക്രൂരതകൾ എണ്ണിപ്പറഞ്ഞ് രംഗത്ത് വന്നത് സജ്ന നൂറാണ്. മുൻ ഭർത്താവ് ഫിറോസ് ഖാനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബിഗ് ബോസ് താരവും രണ്ടാം ഭാര്യയുമായ സജ്ന രംഗത്ത് വരുന്നു. ശാരീരികവും സാമ്പത്തികവും ലൈംഗികവുമായ അതീവ ഗുരുതര ആരോപണങ്ങളാണ് സജ്ന ഉന്നയിക്കുന്നത്. താൻ മാത്രമല്ല, ഫിറോസിന്റെ ആദ്യ ഭാര്യയും സമാനമായ ക്രൂരതകൾക്ക് ഇരയായിരുന്നുവെന്നും സ്വന്തം മകളുടെ പ്രായമുള്ള 17 വയസ്സുകാരിയെ പോലും ഇയാൾ പീഡിപ്പിച്ചുവെന്നാണ് സജ്ന വീഡിയോയിലൂടെ വെളിപ്പെടുത്തുന്നത്. തന്റെ പേരിലുള്ള വസ്തുവകൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഫിറോസ് ഖാൻ തന്നെയോ തന്റെ മക്കളെയോ കൊല്ലാൻ പോലും മടിക്കാത്ത ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയാണെന്നും സജ്ന ആരോപിക്കുന്നു. ലഹരി ഉപയോഗം, വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകളെ ചതിക്കൽ തുടങ്ങി നീണ്ട ആരോപണങ്ങളാണ് സജ്ന മാധ്യമങ്ങളോട് പറഞ്ഞത്. സജ്നയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫിറോസ് ഖാന്റെ ആദ്യ ഭാര്യയും പേടിച്ചാണ് ജീവിക്കുന്നത്. ഞാൻ അനുഭവിക്കുന്ന അതേ പീഡനമാണ് അവരും അനുഭവിച്ചത്. ആ കുഞ്ഞിന് 17 വയസ്സായി. ഒരു തരി സ്വർണം പോകട്ടെ, ഒരു മിഠായി പോലും മേടിച്ചിട്ടില്ല. ഇരുവരും പറയുന്നത് അവരെ വിവാഹമോചനം ചെയ്തിട്ടില്ലെന്നാണ്. അപ്പോൾ എന്റെ വിവാഹവും നിയമവിരുദ്ധമാണ്. ഇവൻ ഇത്രയും ദ്രോഹം ചെയ്തതുപോലെ എന്നാണ് സജ്ന ചോദിക്കുന്നത്. പ്രശ്നങ്ങൾ തുടങ്ങാൻ കാരണം എനിക്കുള്ള 5 സെന്റ് സ്ഥലവും വീടുമാണ്. ആ വസ്തു അവന്റെ പേരിലോട്ട് എഴുതി കൊടുക്കാൻ എനിക്ക് വിവാഹമോചനം തരാം എന്നാണ് അയാൾ പറയുന്നത്. അത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളത് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നാണ് സജ്ന പറയുന്നത്. ആ വീട് ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. എന്റെ പേരിൽ ആ വീടിന് 15 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അത് ലാപ്സായി കിടക്കുകയാണ്. കൂടാതെ ഒരു ക്രെഡിറ്റ് കാർഡ് എന്റെ തലയിലാക്കി. അവന് ഞാൻ ഗിഫ്റ്റ് കൊടുത്ത ബുള്ളറ്റിന്റെ തിരിച്ചടവും എന്റെ തലയിലായി. എന്റെ സിബിൽ സ്കോർ പോയി. ഇപ്പോൾ എനിക്ക് പേഴ്സണൽ ലോൺ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ കുരുക്കിയിട്ടിരിക്കുകയാണെന്നും സജ്ന പറയുന്നു. ഇത്രയും കാലം ഞാൻ സഹിച്ച് ഇവിടെ വരെ എത്തി. ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. എന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചതാണെന്നും സജ്ന വ്യക്തമാക്കുന്നു. എന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ നിയമത്തിന് മുന്നിൽ പോകില്ലായിരുന്നു. ഇയാളുടെ ആദ്യ ഭാര്യയും അയാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് മീഡിയയിൽ വന്ന് സംസാരിക്കാൻ പേടിയാണ്. അവരുടെ ഫാമിലി അത്രയും റെപ്യൂട്ടഡ് ആണ്. 150 പവനിലധികം അവർക്ക് നഷ്ടമായിട്ടും അവർ സഹിച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ 2 പെണ്ണുങ്ങൾ ഇതിനകത്ത് കിടന്ന് പീഡനം അനുഭവിക്കുകയാണ്. ഇയാളുടെ കണ്ണിൽ ഞങ്ങൾ വെറും മോശക്കാരികൾ, വേശ്യകൾ, തെണ്ടികൾ. പക്ഷേ ഈ ഞങ്ങൾ തന്നെയല്ലേ കഷ്ടപ്പെട്ട 2 കുഞ്ഞുങ്ങളെയും നോക്കുന്നത്. സഹികെട്ടാണ് ഇതൊക്കെ പറഞ്ഞു പോകുന്നതെന്നാണ് സജ്ന പറയുന്നത്. എന്റെ ജീവിതത്തിൽ ആരൊക്കെ വന്നാലും ഇവൻ എന്താണ് പ്രശ്നമെന്നും സജ്ന ചോദിക്കുന്നു. ഇവൻ കാണിച്ചു കൂട്ടുന്ന പോക്കൃത്തരങ്ങളെ കുറിച്ച് ഒരാൾ ഒരു വിവരം തന്നിട്ടുണ്ട്. അത് ഞാൻ വിളിച്ചു തിരക്കി. അതൊരു മൈനർ കേസാണ്. സ്വന്തം മകളുടെ പ്രായമുള്ള 17 വയസ്സുള്ള കുഞ്ഞിനെ ഹോട്ടൽ കൊണ്ടുപോയി ഇവൻ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രേമമെന്ന് പറഞ്ഞ് നടിച്ചാണ് ആ കുഞ്ഞിനെ ചതിച്ചത്. ആ കുഞ്ഞിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, എന്റെ പേര് ഇതിനകത്തേക്ക് എടുത്തിടല്ലേ എന്ന്, എനിക്ക് കല്യാണം കഴിക്കാനുള്ളതാണ് എന്ന്. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഫിറോസിന്റെ മകളെ സ്വന്തം മകളായാണ് കാണുന്നത്. അതുപോലെ ഈ കുട്ടിയെയും മകളായി തന്നെയാണ് കാണുന്നത്. അതേ പ്രായമുള്ള കുട്ടി എന്നോട് അപേക്ഷിക്കുകയാണ്. പക്ഷെ നിയമപരമായി ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്. ഇവന്റെ ഈ സ്വഭാവം ലോകം അറിയണം. എനിക്കും കുഞ്ഞിനും ഇനി നാണക്കേട് നോക്കിയിട്ട് കാര്യമില്ല എന്നും സജ്ന പറയുന്നു. ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് കൂടെ ബാംഗ്ലൂരിൽ ലഹരി ഉപയോഗിച്ച് ഹോട്ടൽ റൂം എടുത്ത് അർമാദിച്ച കാര്യമുണ്ടെന്നും സജ്ന പറയുന്നു. ഞാൻ ആ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പുള്ളിക്കാരി മാപ്പ് പറയുന്നില്ലെങ്കിൽ ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആരാണെന്ന് ഞാൻ വെളിപ്പെടുത്തുമെന്നും സജ്ന വ്യക്തമാക്കി. മറ്റൊരു ആയുർവേദ ഡോക്ടർ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞ് ശാരീരികമായി ഉപയോഗിച്ച ശേഷം ചതിച്ച ചരിത്രവുമുണ്ട്. ഷിയാസ് കരീമിന്റെ കേസിൽ വന്ന ഒരു പെൺകുട്ടിയുമായി ഇയാൾക്ക് അഫയർ ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികളുമായി ഇയാൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ടെന്നും സജ്ന പറയുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. നിന്നെ വെട്ടിക്കൊല്ലും എന്ന് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും സജ്ന പറയുന്നു. എനിക്ക് ജീവിക്കണം, വേണ്ട എന്ന് വെച്ചിട്ട് ഫിറോസ് ഖാൻ തന്നെയാണ് ഇതിനെല്ലാം പറയിപ്പിക്കുന്നത്. ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ ഇത്രയും വൈറലായത് ഒരുപക്ഷെ എല്ലാത്തിനും അവസാനമാകട്ടെ. എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്നും സജ്ന പറഞ്ഞു. എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും അയാളുടെ ആദ്യ ഭാര്യയും ഈ പീഡനത്തിൽ നിന്ന് രക്ഷിക്കണം. അയാളുടെ പീഡനത്തിൽ പേടിച്ചാണ് ജീവിക്കുന്നത്. ഞാൻ പറയുന്നതൊന്നും കള്ളത്തരമല്ല. എന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ നിയമപരമായി പോകേണ്ട കാര്യമില്ലല്ലോ. മൈനർ പെൺകുട്ടിയുടെ കാര്യം ഇതുവരെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് സത്യമുണ്ടോ എന്ന് നിയമപരമായി തന്നെ കണ്ടുപിടിക്കട്ടെ എന്നും സജ്ന വ്യക്തമാക്കുന്നു.